പ്രാണപ്രതിഷ്ഠയും അഷ്ടബന്ധ കലശവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കേരളത്തിലെ ചടങ്ങുകളിൽ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന പ്രതിഷ്ഠാകർമ്മത്തിന് അഷ്ടബന്ധ കലശം എന്ന പേരാണ് പൊതുവെ പറയാറ്. അഷ്ടബന്ധം എന്ന പ്രത്യേകതരം കൂടിട്ട് വിഗ്രഹം പീഠത്തിൽ ഉറപ്പിച്ച് കലശാഭിഷേകം നടത്തുന്ന ചടങ്ങാണിത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അവർ പിന്തുടരുന്ന ചടങ്ങുകൾ വ്യത്യസ്തമാണ്. എങ്കിലും പൊതുവായി നടത്തുന്ന കർമ്മങ്ങൾ പലതിലും സാമ്യമുണ്ട്. ക്ഷേത്രത്തിന്റെ തന്ത്രിയായിരിക്കും ഇത് നിർവഹിക്കുന്നത്. പ്രതിഷ്ഠയ്ക്ക് മുൻപ് വരെയും വിഗ്രഹം എന്നത് കല്ലിൽ നിർമ്മിച്ച ഒന്ന് മാത്രമാകുകയും പ്രതിഷ്ഠയ്ക്ക് ശേഷം അത് ചൈതന്യമുള്ള ബിംബമായി അല്ലെങ്കിൽ ആരാധനാമൂർത്തിയായി മാറുകയുമാണ്. ഇത്തരത്തിൽ ചടങ്ങുകളിൽ ഏറ്റവും പ്രധാന ഭാഗമാണ് പ്രാണപ്രതിഷ്ഠ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിന് പ്രാണൻ നൽകുക അല്ലെങ്കിൽ ജീവൻ നൽകുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുതുതായി പണിഞ്ഞ ഒരു ക്ഷേത്രത്തിലെ ശിലാവിഗ്രഹത്തെ തന്ത്രാദി കർമ്മങ്ങളാലും പൂജാവിധികളാലും ചൈതന്യം കൊടുത്ത് അഷ്ടബന്ധത്താൽ ഉറപ്പിച്ച് നിത്യവും പൂജയ്ക്കായി വിഗ്രഹത്തെ പ്രതിഷ്ഠ നടത്തുന്നതിനെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയാം. ഇതാണ് കേരളീയ മാതൃകയിലുള്ള പ്രതിഷ്ഠാകർമ്മം. കേരളീയ രീതിയിലുള്ള പ്രതിഷ്ഠാകർമ്മത്തിലാണ് സാധാരണ അഷ്ടബന്ധം ഉപയോഗിക്കുക. അതിശക്തമായ ഒരു തരം പശയാണ് അഷ്ടബന്ധം. ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചാൽ അതിന് 12 വർഷമാണ് കാലാവധി. ഇത് അഷ്ടബന്ധത്തിന്റെ കാലാവധി കൂടിയാണ്. 12 വർഷം കഴിയുമ്പോൾ പുതിയ അഷ്ടബന്ധം ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ വീണ്ടും ഉറപ്പിക്കാറുണ്ട്. ഇതിന് അഷ്ടബന്ധ കലശം എന്ന് പറയും. വെള്ള നിറത്തിലുള്ള ഇടത്തരം വലിപ്പമുള്ള ശംഖ്, കടുക, ചെഞ്ചലം, കോലരക്ക്, കോഴിപ്പരൽ, പേരാറ്റുമണൽ, വലിയ നെല്ലിക്ക, എള്ളെണ്ണ എന്നിവ ചേരുന്നതാണ് അഷ്ടബന്ധം. രാജഭരണകാലത്ത് ഇത്തരം ചടങ്ങുകളിൽ യജമാന സ്ഥാനം രാജാവിനായിരുന്നു. യാഗത്തിലെ യജമാനന്റെ സ്ഥാനമാണ് ഇവിടെ യജമാനന്. യജ്ഞത്തിലെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് വിശേഷിപ്പിക്കാം യജമാനനെ. ക്ഷേത്രകാര്യങ്ങളിൽ എല്ലാ പ്രധാന ചടങ്ങുകൾക്കും അനുജ്ഞ വാങ്ങുക എന്ന രീതിയുണ്ട്.